ബിരിയാണി ഉണ്ടാക്കിയാലോ, അടിപൊളി കപ്പ ബിരിയാണി. അതിന് വേണ്ടി കപ്പ 2 കിലോ എടുത്തിട്ടുണ്ട്. ഉണക്ക കപ്പയാണേ. എല്ല്, പോത്തിറച്ചിയുടെ എല്ല് 1.5 കിലോ. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ചുവന്നുള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി 2 കുടം, കരിവേപ്പില, തേങ്ങ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഉള്ളിയും തേങ്ങ എല്ലാം കൂടി വറുത്തരയ്ക്കാനാണ് കേട്ടോ. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് വറുത്ത് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇച്ചിരി വെട്ടം കുറവുണ്ട്, ക്ലിയർ അല്ല. രാത്രിയിലാണ് കേട്ടോ ഞാനിത് വറുത്ത് റെഡിയാക്കി വെച്ച് രാവിലത്തേന് വേണ്ടി. എല്ലാം കൂടി നന്നായിട്ട് മസാല നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പച്ചമണം മാറുന്നവരെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ 3 വിസിൽ മതി. ഇച്ചിരി കടുക് പൊട്ടിച്ചൊഴിക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടിച്ചൊഴിച്ചു. നമ്മുടെ മെയിൻ ഐറ്റം ഒഴിക്കുവാണ് കേട്ടോ കപ്പയ്ക്കകത്തോട്ട്. ചാരോടുകൂടി. ചാറ് ഇച്ചിരി കൂടുതൽ വേണം, ഉണക്ക കപ്പയല്ലേ. കപ്പ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന രാവിലെ വേവിച്ചതാണ് കേട്ടോ ഉണക്ക കപ്പ. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാകുന്നു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ആരും ടേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നോക്കുവാണ് കേട്ടോ. സൂപ്പർ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.